അതോ ഇത്തിരി കൂടെ മുമ്പോട്ട് നിൽക്കുമ്പോ അങ്ങോട്ട് എല്ലാ കുട്ടി കുനിഞ്ഞിരിക്കുന്നു ടീച്ചറെ. നിങ്ങളുടെ ടീച്ചർ പറഞ്ഞേക്കുന്നതാണ്, ടേബിൾ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ടേബിളെല്ലാം 100 തവണ ഒരെണ്ണം വീതം എഴുതണം. 1 തൊട്ട് 100 വരെ അറിയാം. 1 തൊട്ട് നീ തറതല പറയരുത്. പിന്നെ 100ന്റെ എഴുതണ്ട, 200ന്റെ എഴുതണ്ട, 710ന്റെ എഴുതണം, പിന്നെ 850ന്റെ എഴുതണം. നിങ്ങൾക്ക് 100ഒക്കെ നല്ല തുണിയാന്ന് ഞങ്ങൾക്കറിയാം കേട്ടോ. അയ്യോ സാറിന് അറിയാം. ആര് പറഞ്ഞു സാറിന് അറിയാന്ന്? 10ന്റെ ടേബിൾ നിനക്കറിയാമോ? അതിനിപ്പുറത്ത് 0 ഇടാൻ പിന്നെ 100 ആകത്തില്ലയോ? അതിനിപ്പുറത്ത് 0 ഇടാൻ പിന്നെ 1000 ആകത്തില്ലയോ? അപ്പൊ നിങ്ങൾ കേട്ടല്ലോ. കൈ നീട്ടും. നീ വീട്ടിൽ പോയി തിന്നുവോ കുടിക്കുകയോ കിടക്കുവോ? കാളയൊക്കെ പിടിക്കുവായിരുന്നു. ഓ, കാളയൊക്കെ പിടിക്കുന്നവരെ തിങ്കളാഴ്ച വന്ന് അടി മേടിക്കാൻ നിങ്ങൾക്ക് നല്ല അഥവാ ഉറക്കം അടിക്കല്ലേ. ശനിയാഴ്ച ഞായറാഴ്ച നിങ്ങൾക്ക് എന്തുവാണ് കാണിക്കുന്നത്? ഞാൻ കണ്ടോണ്ടിരിക്കുവല്ലോ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ കണ്ടുകൊണ്ട വീട് ഞാൻ കണ്ടോണ്ടിരിക്കുവല്ലോ. നിങ്ങൾ രണ്ടുപേരും സിനിമ കണ്ടതാ. ക്രിക്കറ്റ് സിക്സ് അടിക്കാൻ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു. നീ പാട്ട് പാടാൻ പറ. ഞാൻ ചാമ്പ്യനാ. MS ധോണി. ചെറുക്കനെ അടിക്കല്ലേ. സാറിനൊരു അടി ഞാൻ തരാം. മാധവ ചുമ്മാ ഇല്ല, കുട്ടിക്ക് ദേഷ്യം വരുന്നുണ്ട്. കമ്പ് കള മാധവ, കുട്ടിക്ക് ദേഷ്യം വരുന്നുണ്ട്. സാറെ വെല്ലടിക്കാറായില്ലേ? അടുത്ത ഉണ്ണി ഇംഗ്ലീഷിന്റെ ഹോംവർക്ക് എഴുതിയോ? എഴുതിയില്ലെന്ന് നല്ല പ്രൂഫുണ്ട്. നിങ്ങൾ അമ്മ എടുക്ക വിളിച്ച് ചോദിച്ചപ്പോ മാത്സിന്റെ ഇംഗ്ലീഷിന്റെ ബുക്ക് തീ കത്തിച്ച് വന്നിട്ട് അതിന്റെ നോട്ടെല്ലാം കൂടെ ആൽഫബറ്റ് അറിയേ. A B C D E F G H I J K L M N O P R Q R S T. ഇന്നലെ കാളെ പിടിക്കാൻ പോയത്. കമ്പ് കള മാധവ, കമ്പ് കള മാധവ. നിങ്ങളുടെ കാര്യങ്ങൾ ഒത്തിരി ഞാൻ അറിഞ്ഞല്ലോ. ഇംഗ്ലീഷിന്റെ ടീച്ചറും മാത്സിന്റെ ടീച്ചറും നിങ്ങളെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞല്ലോ. അഭിഷേകം കൂടുതലില്ല, ഈ കാർത്തികനാണല്ലോ കൂടുതലുള്ളത്. നിങ്ങളെല്ലാം എന്തോ കാണിക്കുന്നത്? ടീച്ചറുടെ തരണമാണ് നിങ്ങൾ രണ്ടുപേരും പറയുന്നത്. എപ്പോഴും ഇങ്ങനെ അടിക്കായിരിക്കും. നിങ്ങൾ എപ്പോഴും ഭയങ്കര അയ്യോ, ഞങ്ങൾ തിന്നാൻ മറന്നുപോയി. നിർത്തുന്ന എവിടാ?